ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ ടാക്സി നമ്മുടെ ആലപ്പുഴയിൽ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. വാട്ടർ ടാക്സി കാണാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോവുകയാണ്. വാട്ടർ ടാക്സിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം, കാരണം വാട്ടർ ടാക്സിയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വാട്ടർ ടാക്സിയിൽ കയറാൻ വേണ്ടി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ജോയി ആലക്കോസിൻ്റെ ഷോറൂമുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ജല ഗതാഗത വകുപ്പിൻ്റെ ഓഫീസുണ്ട്. അവിടെയാണ് നമ്മൾ വാട്ടർ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി വരേണ്ടത്. നമ്മൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റും. ഫോൺ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 1500 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക് വാട്ടർ ടാക്സിയുടെ റേറ്റ്. 10 പേർക്ക് യാത്ര ചെയ്യാം. നമുക്ക് 1500 രൂപ കൊടുത്താൽ 10 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു വാട്ടർ ടാക്സി നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലപ്പുഴ വാട്ടർ ടാക്സിയിൽ ജലഗതാഗത വകുപ്പിൻ്റെ വാട്ടർ ടാക്സിയിൽ 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് 10 പേരാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ 10 പേര് വന്നാലും ഒരാൾ വന്നാലും നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് 1500 രൂപയാണ്. ശേഷമുള്ള ഓരോ മിനിറ്റിനുമാണ് ഇവർ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ വാട്ടർ ടാക്സി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ ടാക്സിയുടെ ഉൾവശം. 10 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന ഏകദേശം കാറിൻ്റെ ഒക്കെ ഫെസിലിറ്റിയുള്ള സീറ്റിംഗ് ഉള്ള സംഭവമാണ് വാട്ടർ ടാക്സി. ബോട്ടുചെട്ടി എന്നുള്ള നമ്മുടെ വാട്ടർ ടാക്സിയുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് നേരം ഒരു മണിക്കൂർ നേരം നമ്മുടെ കായലിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഈ വാട്ടർ ടാക്സിയിൽ ഇങ്ങനെ യാത്ര ചെയ്യും. ഇത് കട്ടമരൻ വിഭാഗത്തിൽപ്പെടുന്നൊരു ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈ സ്പീഡിൽ ഇതിന് സാധാരണ ബോട്ടിനേക്കാളും സ്പീഡ് കൂടുതലാണെങ്കിലും ജെർക്കിങ് തീരെ കുറവായിരിക്കും. ഇത് നല്ല പവറുള്ള എഞ്ചിനാണ്. ഇത് 15 നോട്ടിക്കൽ മൈലാണ് ഈ വാട്ടർ ടാക്സിയുടെ സ്പീഡ്. അപ്പോൾ നമുക്കിവിടെ ഷിക്കാര ബോട്ടൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുന്ന കാണാം. കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നും ഈ ഭാഗത്തില്ല. പല ആളുകളും ബോട്ട് ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ കപ്പിത്താനെയും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അപ്പോൾ ഇവരാണ് ഇനി ഒരു മണിക്കൂർ നേരം നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ കപ്പിത്താന്മാർ. ഇത് സുരേഷ് ഏട്ടൻ, ഇതിൻ്റെ മെയിൻ കപ്പിത്താൻ സുമേഷ് ഏട്ടൻ. ഇതിൻ്റെ സംഭവം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് ജോയിസ്റ്റിക്ക് നമ്മൾ ചെറിയ കനാലിലൂടെ ഒക്കെ പോകുമ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ കനാലിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ജോയിസ്റ്റിക്കിലാണ് ഇതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്. പിന്നെ സ്പീഡ് കൂടുമ്പോൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കും അല്ലേ? സ്റ്റിയറിംഗ് ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ്. ഒരു ചെറിയ ഒരു പവർ സ്റ്റിയറിംഗ് അതുണ്ട്. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ ചെറിയ തോട്ടിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഫുൾ സ്പീഡ് ആകുമ്പോൾ നമ്മൾ ഇതിൽ മാറ്റിയെടുക്കും.
അത് തുടങ്ങി തന്നെയുണ്ട്. ആളുകൾ കുഴപ്പമില്ല, നല്ല തിരക്കാണ്. 6 മണിക്കൂർ കിട്ടാൻ. ഇതാണ് ഈ ബോട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ, വൈദ്യുത ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ട കറണ്ട് സപ്ലൈ ചെയ്യുന്ന സോളാർ പാനൽ. നമ്മുടെ വാട്ടർ ടാക്സിയുടെ മുകൾ വശമാണ് ഈ കാണുന്നത്. ഈ സോളാർ പാനലിനുള്ള സപ്ലൈ ഉപയോഗിച്ചാണ് ഇതിനകത്തിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ നമ്മളത് ഫോണടിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. വീട് കയറി ചേട്ടൻ്റെ കൂട്ടുകാരെ കണ്ടപ്പം വിഷ് ചെയ്താന്ന് ഫോണടിച്ച് കപ്പിത്താൻ ചേട്ടൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതുപോലെ കാഴ്ചകളിവിടെ അവസാനിക്കുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 1 മണിക്കൂർ നേരത്തെ വാട്ടർ ടാക്സി, നമ്മുടെ കേരള സർക്കാരിൻ്റെ തേജസ് എന്ന വാട്ടർ ടാക്സിയിലെ യാത്രയാണ് ഇവിടെ അവസാനിക്കുന്നത്. വീണ്ടും അടുത്തൊരു മനോഹരമായ വീഡിയോ ആണ് നമുക്ക് കണ്ടുമുട്ടാം.